പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾക്കിടയിൽ പുകയുന്ന യുദ്ധം ഒടുങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ശക്തമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനെതിരെയുള്ള സൈനിക ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ പുതിയൊരു യുദ്ധ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 3 ആഴ്ച കൂടി ഇറാനിൽ തുടർച്ചയായ ആക്രമണം നടത്താനാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം. ആവശ്യമെങ്കിൽ ഈ കാലാവധി ഇനിയും നീട്ടാനുള്ള കൃത്യമായ മുൻകരുതലുകൾ ഇസ്രായേൽ പ്രതിരോധ സേന, അതായത് IDF സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് നദവ് ഷൊഷാനി വ്യക്തമാക്കി. ഈ യുദ്ധത്തിന്റെ പിന്നിലെ ഇസ്രായേലിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ഇസ്രായേലിനെ എപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇറാന്റെ ആയുധശേഷിയെ പൂർണ്ണമായും ദുർബലമാക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ, ഡ്രോൺ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ചാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നത്. ഇസ്രായേലിന്റെ അതിർത്തികളെയും സുരക്ഷയെയും വെല്ലുവിളിക്കാൻ ഇനി ഒരു കാലത്തും ഇറാന് സാധിക്കാത്ത വിധം അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുക എന്നതാണ് ഈ സൈനിക നീക്കത്തിന്റെ കാതൽ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇറാന്റെ പക്കലുള്ള മിസൈൽ പ്രഹരശേഷി ഗണ്യമായി കുറയ്ക്കാൻ ഇതിനോടകം തന്നെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. എന്നാൽ 3 ആഴ്ച കൂടി നീളുന്ന ഈ പുതിയ സൈനിക പദ്ധതി ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാകും. ഇറാന്റെ ഉള്ളിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കണ്ണിലുള്ളത്. ഈ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ളതല്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയൊരു സാമ്പത്തിക രാഷ്ട്രീയ മാറ്റത്തിന് കാരണമായേക്കാം എന്ന ഒന്നാണ്. 3 ആഴ്ചത്തെ ഈ പദ്ധതി ഇസ്രായേൽ നടപ്പിലാക്കുമ്പോൾ അത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെയും സൈനിക ശക്തിയെയും എത്രത്തോളം പുറകോട്ടടിക്കുമെന്ന് കാണേണ്ടതുണ്ട്. മാത്രമല്ല, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇസ്രായേലിന് നൽകുന്ന പിന്തുണയും ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങളും യുദ്ധത്തിന്റെ ഗതിയെ സ്വാധീനിക്കും. തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു നീക്കത്തെയും വെച്ചുപൊറുപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൈനിക നേതൃത്വവും. ഇറാന്റെ ഭാഗത്തു നിന്നും ഇനിയൊരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 3 ആഴ്ചത്തെ ഈ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാന്റെ ആക്രമണശേഷി 0 എത്തണമെന്ന നിർബന്ധ ബുദ്ധിയിലാണ് ഇസ്രായേൽ. വരാനിരിക്കുന്ന ആഴ്ചകളിൽ ലോകത്തിന് അത്യന്തം നിർണായകമാണ്. ഈ യുദ്ധ നീക്കം വിജയിച്ചാൽ ഇറാന്റെ പശ്ചിമേഷ്യയിലെ സ്വാധീനം വലിയ തോതിൽ കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല.